സന്നിധി തന്നിൽ നായക എന്നും. ദൈവനാമോത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹമായ നല്ല പ്രഭാതത്തിനായി നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യും. എല്ലാവരെയും കർത്താവിൻ്റെ നിസ്തുല്യ സ്നേഹത്തിൽ പ്രഭാത ധ്യാനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എന്ന് ധ്യാനിക്കേണ്ടത് മൃഗത്തിൻ്റെ മുദ്ര എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ്. അതിൻ്റെ ഒന്നാമത്തെ ഭാഗം വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായം 16-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പ്രതിപാദിക്കുന്നു: അത് ചെറിയവനെന്നും വലിയവനെന്നും, സമ്പന്നന്മാരും ദരിദ്രന്മാരും സ്വതന്ത്രന്മാരും ദാസന്മാരും ആയ എല്ലാവർക്കും വലം കൈയിലോ നെറ്റിമേലോ മുദ്ര കിട്ടുമാർ എന്ന് പ്രതിപാദിക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. നിർബന്ധിതമായിരിക്കുന്നതായ ഒരു ആരാധനക്രമത്തെ ലോകത്ത് നടപ്പിലാക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അടയാളപ്പെടുക, അത് നെറ്റിയിൽ അല്ലെങ്കിൽ കയ്യിൽ. തിരുവചനം പഠിക്കുമ്പോൾ ജീവനുള്ള ദൈവത്തിൻ്റെ മുദ്ര, വെളിപാട് പുസ്തകം 7-ാം അധ്യായം 2-ാമത്തെ വാക്യം. മറ്റൊരു അടയാളത്തെപ്പറ്റി വെളിപാട് പുസ്തകം വിവരിക്കുന്നുണ്ട്. ഇവിടെ അത് നെറ്റിയിലോ കൈമേലോ അത് അടയാളപ്പെടുത്തണം. ആകയാൽ നിങ്ങൾ എൻ്റെ ഈ വചനങ്ങളെ നിങ്ങളുടെ ഹൃദയത്തിലും മനസ്സിലും സംഗ്രഹിച്ച് നിങ്ങളുടെ കൈമേൽ അടയാളമായി കെട്ടുകയും അവ നിങ്ങളുടെ കണ്ണുകൾക്ക് മധ്യേ പട്ടമായിരിക്കുകയും വേണമെന്ന് ആവർത്തന പുസ്തകം 11-ാം അധ്യായം 18-ാമത്തെ വാക്യം പറയപ്പെടുന്നുണ്ട്. ദൈവവചനങ്ങൾ തൻ്റെ മക്കളുടേതായ ഹൃദയങ്ങളിൽ അത് പതിഞ്ഞിരിക്കണം. അതവിടേതായ ചിന്തകളിൽ നിറഞ്ഞു നിൽക്കണം. അവരുടേതായ കരങ്ങളിൽ അത് കാണപ്പെടണം. നാം പ്രവർത്തിക്കുന്നതായ ഓരോ മേഖലകളിലും ദൈവികമായിരിക്കുന്നതായ നീതിയുടേതായ വക്താക്കളായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ദൈവവചനത്തിനൊത്തവണ്ണം നാം പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു. നിങ്ങളുടെ കണ്ണുകൾക്കിടയിലാണ് ആ മുദ്രണം ചെയ്യുന്നുവെങ്കിൽ അത് നെറ്റി തലച്ചോറിനെ പ്രതിനിധീകരിക്കുന്നു. അവിടെ നമ്മുടേതായ ദൈവത്തിൻ്റെ വചനങ്ങൾ ദിനം ഉൾക്കൊള്ളണം. അതുപോലെ തന്നെ മനസ്സ് ഹൃദയത്തോട് തുല്യമായിരിക്കിയാൽ നമ്മുടെ ഹൃദയങ്ങളിൽ ദൈവത്തിൻ്റെ വചനങ്ങൾ എഴുതപ്പെട്ടിരിക്കണം. കൈമേലും നെറ്റിമേലും ദൈവത്തിൻ്റെ വചനങ്ങൾ. ദൈവം തൻ്റെ മക്കളുമായിരിക്കുന്ന ബന്ധത്തിൻ്റെ അഭേദ്യമായിരിക്കുന്ന ഒരു മുദ്ര എന്ന് പറയപ്പെടുന്നത് യെഹെസ്കേൽ പ്രവചനം 20-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യത്തിൽ പ്രതിപാദിക്കുന്നു: എൻ്റെ ശബദുകളെ വിശദീകരിപ്പിൻ, ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവ എന്ന് നിങ്ങൾ അറിയേണ്ടതിന് അവ എനിക്കും നിങ്ങൾക്കും ഇടയിൽ അടയാളമായിരിക്കട്ടെ. ദൈവത്തിൻ്റെ മക്കൾക്ക് ദൈവമായിരിക്കുന്ന ബന്ധത്തിൻ്റെ ഒരു അടയാളമാണ് വിശുദ്ധമായ ശബദ്. ശബദ് ആഴ്ചയുടെ 7-ാം ദിവസമാണ്. 6-ാം ദിവസം സൂര്യാസ്തമയത്തോടുകൂടെ ശബദിൻ്റെതായ പരിശുദ്ധിയിലേക്ക് നാം പ്രവേശിക്കുന്നു. 7-ാം ദിവസം സൂര്യാസ്തമയത്തോടുകൂടെ ആ ശബദിൻ്റെതായ ആ വിശുദ്ധിയുടേതായ ആ ദിവസം തീർന്ന് കാണാൻ സാധിക്കും. ശബദ് കഴിഞ്ഞിട്ടാണ് കർത്താവായ യേശുക്രിസ്തു ഉയർത്തെഴുന്നേൽക്കുന്നത്. അത് ആഴ്ചയുടെ 1-ാം ദിവസമാണ്. ദൈവത്തിൻ്റെ മക്കൾ അവരുടേതായ ജീവിതത്തിൽ അവരുടെ കൈമേലും അവരുടെ നെറ്റിമേലും എഴുതപ്പെടേണ്ടതായ മുദ്രണമെന്ന് പറയപ്പെടുന്നത് ദൈവകൽപ്പനകളാണ്, ദൈവവചനങ്ങൾ. അതിന് വിരുദ്ധമായി ഈ ലോകത്തിൻ്റെ ശക്തിയായ ദൈവജനത്തിൻ്റെ ശത്രുവായ പിശാചിൻ്റെതായ പ്രവർത്തനങ്ങൾ, അവൻ്റെ ആരാധന രീതികൾ നാം അറിയാതെ നമ്മളിലേക്ക് അടിച്ചേൽപ്പിക്കുന്നതായി കാണാൻ സാധിക്കും. സാത്താനും ദൈവത്തിൻ്റെ വചനമെടുത്ത് തന്നെയാണ് ദൈവത്തിൻ്റെ മക്കളെ വഴിതെറ്റിക്കുന്നത്. ആരാധന രീതികൾ ആ വിശുദ്ധമായ ദിവസത്തിൻ്റെ വിശുദ്ധിയും പവിത്രതയും മാറ്റിമറിച്ചുകൊണ്ട് ലോകത്തിൽ തൻ്റെ ഇഷ്ടത്തിനൊത്തോണം പ്രവർത്തിക്കുന്നു. ദൈവത്തിന് കടകവിരുദ്ധമായി പ്രവർത്തിക്കുന്നു എന്ന് മനുഷ്യന് മനസ്സിലാകാത്ത രീതിയിൽ ദൈവത്തിൻ്റെ വചനങ്ങളെ കോട്ടി വളച്ചുകൊണ്ട് അവൻ പ്രവർത്തിക്കുമ്പോൾ നിങ്ങളിൽ കാണപ്പെടുന്ന മുദ്ര സാത്താൻ്റെ ആയിരിക്കും. ആയതിനാൽ അത് തിരിച്ചറിയേണ്ടതിന് ദൈവവചനങ്ങൾ വായിക്കുക. സൃഷ്ടാവും പുനഃസൃഷ്ടികർത്താവുമായ ആ കർത്താവിൻ്റെ പൂർണ്ണ ഹൃദയത്തോട് അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കുവാൻ, അവ അതിനനുസരിച്ച് ജീവിക്കുവാൻ, ദൈവിക സ്വരൂപത്തോട് രൂപാന്തരപ്പെടേണ്ടതിന് നമുക്ക് ദൈവത്തിന് നമ്മെ സമർപ്പിക്കപ്പെടാം. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന നല്ല അവസരങ്ങൾ ദൈവികമായിരിക്കുന്ന വചനങ്ങളും കൽപ്പനകളും അനുസരിച്ച്
നിങ്ങളുടേതായ ചിന്തകളും പ്രവർത്തനങ്ങളും ആ കൽപ്പനയ്ക്കനുസൃതമായിരിക്കാൻ ദൈവം നിങ്ങളെ തൻ്റെ ആത്മാവിനാൽ സഹായിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കണ്ണുകളടയ്ക്കാം. സ്വർഗീയ പിതാവേ, നല്ല ദൈവമേ, ഈ അന്ത്യനാളുകളിൽ അവിടുത്തെ ജനം വഴിതെറ്റിപ്പോകാനിടയാകാതെ, സാത്താൻ്റെ തെറ്റായ ആരാധനക്രമങ്ങളിൽ പെട്ടുപോയി ദൈവികതയിൽ നിന്നും അകന്നു പോകുവാനിടയാക്കാതെ അനുസരണമുള്ള മക്കളായി ദൈവകൽപ്പനയും യേശുവെങ്കിലുള്ള വിശ്വാസവും കാത്തുകൊണ്ട് കൽപ്പനയ്ക്കനുസൃതമായിരിക്കുന്നതായ ജീവിതവും ആരാധനയുമായി നല്ല ആരാധനകളായിരിക്കുവാൻ അവിടുത്തെ ആത്മാവിനാൽ അവിടുന്ന് വഴി നടത്തുമാറാകണമേ. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ. ആമേൻ.